പാലക്കാട് നഗരസഭയിൽ ഭരണം ഉറപ്പിച്ച് ബി.ജെ.പി. കോൺഗ്രസുമായി കേരളത്തിലെവിടെയും സഖ്യത്തിലില്ലെന്ന് CPIM വ്യക്തമാക്കിയതോടെ സഖ്യസാധ്യതയ്ക്ക് ഇനി പ്രസക്തിയില്ലെന്ന് കോൺഗ്രസും നിലപാട് വ്യക്തമാക്കി. CPM-ന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത് BJP ഇറക്കാൻ, പ്രത്യേകിച്ചും പാലക്കാടും തൃപ്പൂണിത്തുറ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ BJP ഇറക്കാൻ ഞങ്ങൾ ഒരു കക്ഷിയുമായിട്ട് കൂട്ടുകൂടില്ല എന്നാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ ഒരു നിലപാടെടുത്താൽ തന്നെ ഇവർ അതില്ലെന്ന് അവരുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങൾ ഈ മതേതരത്വ നിലപാട് സ്വീകരിക്കുന്ന ആരുടെയും കൂട്ടുകൂടും, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇവിടെ നമ്മൾ CPM-ഉം കേരളത്തെ സംബന്ധിച്ചത് KPM-ഉം BJP ഒരേ ശത്രുക്കളാണ്. പക്ഷേ ഇവർ മാറ്റി നിർത്തുന്നതിൽ ഞങ്ങൾ താല്പര്യമുണ്ട്. നല്ല മാർഗമാണെങ്കിൽ 100% സ്വീകരിക്കുകയും ചെയ്യും. പക്ഷെ അതിനിടയിലാണ് സംസ്ഥാന സെക്രട്ടറി കേരളത്തിലെ അങ്ങനെ ഒരു സംവിധാനം ഇല്ലെന്ന് പറഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യം വരുന്നില്ല. ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ സ്ഥാനാർത്ഥികൾ ഉടൻ കണ്ടെത്തുമെന്ന് BJP പാലക്കാട് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ പറഞ്ഞു. 24 പ്രൈം ടൈം ബ്രേക്ക്. 26-ാം തീയതിയാണ് ഈ നഗരസഭാ ചെയർമാനെ കണ്ടെത്താനുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ട് ഉചിതമായ സമയത്ത് പാർലമെൻ്ററി പാർട്ടി നേതാവിനെ കണ്ടെത്തി ആ ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ പ്രതിനിധികൾ മത്സരിക്കും. ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണസമിതി ഉണ്ടാക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. തീർച്ചയായും BJP-യുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി തന്നെ പാലക്കാട് നഗരസഭയിൽ അധികാരത്തിൽ വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ആയിഷത്തുൽ ഷംനയുണ്ട് ഇപ്പോൾ പാലക്കാട് നിന്ന്. ഷംന, എന്തൊക്കെയാണ് വിവരങ്ങൾ? തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ പാലക്കാട് നഗരസഭ ആര് ഭരിക്കുമെന്നത് വലിയ ചർച്ചയായിരുന്നു. കാരണം കേരളത്തിൽ തന്നെ കഴിഞ്ഞ 10 വർഷമായി BJP ഭരിക്കുന്ന ഒരു നഗരസഭ എന്ന രീതിയിൽ പാലക്കാട് നഗരസഭ വലിയ ശ്രദ്ധ നേടിയിരുന്നു. ഒപ്പം തന്നെ ഇത്തവണ BJP-യെ സംബന്ധിച്ച് വിഭാഗീയ പ്രശ്നങ്ങളൊക്കെ ഏറ്റവും രൂക്ഷമായ ഒരു കാലഘട്ടമായിരുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾ വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിരുന്നു. CPM-നെ സംബന്ധിച്ച് അല്ലെങ്കിൽ LDF-നെ സംബന്ധിച്ച് CPM-ഉം CPI-യും തമ്മിലുള്ള ഒരു തർക്കം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ഒപ്പം തന്നെ വിമത ശല്യം ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ഘട്ടത്തിൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് വളരെയധികം രാഷ്ട്രീയ ചർച്ചകൾ കൊണ്ട് വളരെയധികം ശ്രദ്ധ നേടിയിരുന്നു. ഒപ്പം തന്നെ BJP കഴിഞ്ഞ തവണത്തേക്കാൾ സീറ്റ് കുറഞ്ഞു. 4 സിറ്റിംഗ് സീറ്റുകൾ ഉൾപ്പെടെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കേവല ഭൂരിപക്ഷം ആർക്കും തികക്കാൻ കഴിഞ്ഞില്ല. ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന നിലയിൽ 25 സീറ്റ് നേടി BJP ഒതുങ്ങി. ഈ ഘട്ടത്തിലാണ് ഇനി ആര് നഗരസഭ ഭരിക്കുമെന്ന കാര്യം ഉയർന്നു വന്നത്. അപ്പോൾ ഈ ആകെയുള്ള ഒരു സ്വതന്ത്രൻ, അയാളെ പിന്തുണച്ചുകൊണ്ട് LDF-ഉം UDF-ഉം ഒന്നിച്ച് രംഗത്തെത്തുകയാണെങ്കിൽ BJP-യെ താഴെ ഇറക്കാമെന്നുള്ള ഒരു സാധ്യത മുന്നിലുണ്ടായിരുന്നു. അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുന്നത് ഒരേ സമയം തന്നെ പെട്ടെന്ന് തന്നെ അത് തള്ളാനോ കൊള്ളാനോ കഴിയാത്ത ഒരു അവസ്ഥയായിരുന്നു മുന്നണികൾക്കുണ്ടായിരുന്നത്. ഈ സാഹചര്യത്തിൽ തന്നെ ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നാണ് നേരത്തെയൊക്കെ അറിയിച്ചിരുന്നത്. CPI-ന്റെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ അക്കാര്യം നേതൃത്വവുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്ന് അറിയിച്ചിരുന്നു. പക്ഷേ ആദ്യഘട്ടം മുതൽ തന്നെ കോൺഗ്രസ് ഇത്തരം ഒരു നിലപാട് വ്യക്തമാക്കിയിരുന്നു. അതായത് സഖ്യ സാധ്യത അല്ലെങ്കിൽ മതേതര മുന്നണിക്ക് ഞങ്ങൾ തയ്യാറാണ് എന്നൊരു നിലപാട് അല്ലെങ്കിൽ അത്തരമൊരു സാധ്യത ഒക്കെ കോൺഗ്രസ് നേരത്തെ തന്നെ തേടിയിരുന്നു. പക്ഷേ ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള CPIM-ന്റെ നേതാക്കൾ ഈ ഒരു സഖ്യസാധ്യതയെ തള്ളിക്കൊണ്ട് അല്ലെങ്കിൽ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത്. അതായത് കേരളത്തിൽ എല്ലാവരും ഈ കോൺഗ്രസ് ആണെങ്കിലും അത് ശത്രുപക്ഷത്ത് തന്നെയാണ്. അവരുമായി BJP-യെ താഴെ ഇറക്കാൻ, അവരുമായി ഒരു സഖ്യം ഉണ്ടാക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ അത്തരം ഒരു സഖ്യം വേണ്ട എന്ന നിലപാട് സ്വീകരിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കോൺഗ്രസും നിലപാട് വ്യക്തമാക്കുന്നത്. അതായത് CPIM അത്തരം ഒരു സഖ്യസാധ്യത തള്ളിയ സ്ഥിതിക്ക് ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ എന്നാണ് DCC പ്രസിഡന്റ് ചോദിക്കുന്നത്. അതായത് അങ്ങനെ ഒരു കാര്യമാണെങ്കിൽ നിലവിൽ സഖ്യസാധ്യത CPI-ഉം കോൺഗ്രസും ഒക്കെ തള്ളുകയാണെങ്കിൽ നിലവിൽ BJP തന്നെ 3ാം തവണയും അധികാരത്തിൽ വരും. അങ്ങനെയാണെങ്കിൽ ഇനി ആര് ഈ ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ സ്ഥാനാർത്ഥികൾ ആര് എന്നതാണ് ഇനി ഉയരുന്ന ചോദ്യം. നേരത്തെ തന്നെ BJP-യുടെ ജില്ലാ അധ്യക്ഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.